സ്കോട്ട്ലൻഡ് ട്രിപ്പിൻ്റെ അവസാന ഭാഗത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഐശ്വര്യമായിട്ട് നമുക്ക് ഫുഡിൽ നിന്ന് തുടങ്ങാം. എവിടെ ഹോട്ടലിൽ നിൽക്കണമെന്ന് പറഞ്ഞാൽ ആദ്യം നോക്കുന്നത് ബ്രേക്ക്ഫാസ്റ്റ് ഇൻക്ലൂഡഡ് ആണോന്ന്. അങ്ങനെ ഇൻക്ലൂഡഡ് ആയിട്ടുള്ള ഒരു സ്ഥലത്താണ് നമ്മൾ നിന്ന്. ഇപ്പോൾ വയറ് നിറച്ച് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച്. ഇത് നമ്മുടെ മൂന്നാമത്തെ ദിവസമാണ് സ്കോട്ട്ലൻഡിൽ. ഇന്നത്തെ പ്ലാൻ എന്താണെന്ന് വെച്ചാൽ ഫാൽകേർക്ക് എന്ന് പറഞ്ഞ സ്ഥലത്ത് പോകുന്നു. അത് കഴിഞ്ഞിട്ട് നേരെ ഗ്ലാസ്ഗോ പോകും. ഫാൽകേർക്കിൽ നമ്മൾ പോകുന്നത് 2 കുതിരയെ കാണാനാണ്, ദ കെൽപ്പീസ് എന്ന് പറഞ്ഞ്. സ്കോട്ടിഷ് ഫോക്ക് ലോറിൽ വെള്ളത്തിൽ ഇൻഹിബിറ്റ് ചെയ്യുന്ന ഷേപ്പ് ഷിഫ്റ്റിംഗ് ആയിട്ടുള്ളൊരു സ്പിരിറ്റിനെയാണ് കെൽപ്പി എന്ന് പറയുന്നത്. ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എത്രത്തോളം വലുതാണെന്നുള്ളത്. ഇത് ശരിക്കും പറഞ്ഞാൽ 2 സ്റ്റീൽ ഹോഴ്സ് ഹെഡ്സ് ആണ്. ഈ ഓരോ ഹോഴ്സ് ഹെഡിനും ഏകദേശം 300 ടൺ ഭാരവും 30 മീറ്റർ ഹൈറ്റും ഉണ്ട്. അതിൻ്റെ സൈഡിൽ ആൾക്കാർ നിൽക്കുന്നത് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് മനസ്സിലാവും എത്രത്തോളം വലുതാണ് എന്നുള്ളത്. 2013 വെറും 4 മാസം കൊണ്ടാണ് ഇത് കൺസ്ട്രക്ട് ചെയ്തത്. എത്തിയപ്പോൾ തന്നെ ഒരു ടൂറിസ്റ്റ് ഇൻഫർമേഷൻ സെൻറ്റർ പോലെ ഇത് കണ്ടതുകൊണ്ട് നമ്മൾ അതിനകത്ത് കയറി. ഇവിടെ മുന്നിൽ തന്നെ ഒരു റിസപ്ഷനും അതിൻ്റെ കൂടെ തന്നെ ഒരു ഷോപ്പും അതിൻ്റെ പിന്നിലായിട്ട് ഒരു എക്സ്പീരിയൻസ് സെൻറ്റർ പോലെ ഒരു സംഭവമുണ്ട്. കാണിച്ചു തരാവേ. ഇതാ ഞാൻ പറഞ്ഞ എക്സ്പീരിയൻസ് സെൻറ്റർ. ഇവിടെ ഇതിൻ്റെ കോൺസെപ്റ്റിനും ഡിസൈനൊക്കെ പറ്റി ബാക്ക്ഗ്രൗണ്ടിൽ വീഡിയോസ് പ്ലേ ചെയ്യുന്നുണ്ട്. പക്ഷേ അതിൻ്റെ സൈഡിൽ കളർ ചെയ്യാനായിട്ട് ഈ മോണുമെൻറ്റിൻ്റെ പിക്ചേഴ്സ് വെച്ചിട്ടുണ്ട്, ക്രയോൺസ് ഒക്കെ ആയിട്ട്. അടിപൊളിയാണ്. UK ഇങ്ങനെയൊക്കെയുള്ള സ്ഥലത്ത് പോകുമ്പോൾ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് അറ്റാച്ച്ഡ് ആയിട്ട് കഫേസ് ഒക്കെ ഉണ്ടാവുക. അതവിടെ എന്തെങ്കിലുമൊക്കെ ആക്ടിവിറ്റി ഉണ്ടാവും. ചില സ്ഥലത്ത് ഞാൻ പസിൽസ് കണ്ടിട്ടുണ്ട്, ചില സ്ഥലത്ത് ഇതേമാതിരി പെയിൻറ്റിങ്, ഡ്രോയിങ് ഒക്കെ ആയിട്ട്. അത് ശരിക്കും അടിപൊളിയായിട്ടുള്ള പരിപാടിയല്ലേ. സ്ഥലം കാണാൻ മാത്രമല്ലാണ്ട് ഇങ്ങനെ എന്തെങ്കിലും ഫണ്ണായിട്ട്. കലാവാസന ലേശം കൂടുതലാ. എങ്ങനെയുണ്ട്? എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. സോവിനിയറായിട്ടൊക്കെ നമുക്ക് എടുത്തു വയ്ക്കാൻ പറ്റുന്ന ഐറ്റം. ഇവിടെ ഇപ്പോൾ ഇത് മാത്രമേ കാണാനുള്ളൂ. അപ്പോൾ നമുക്ക് നേരെ ഗ്ലാസ്ഗോയിലേക്ക് വിടാം. തിരിച്ചു പോകാൻ നേരത്താണ് ഇത് ഈ സൈക്ലിംഗ് സംഭവം നമ്മൾ കണ്ടത്. ഇനി ആരെങ്കിലും ഇവിടെ വരികയാണെങ്കിൽ ഇതിൽ കയറിയൊക്കെ രസമായിരിക്കും. രാവിലെ അത്രയൊക്കെ കഴിച്ചെങ്കിലും കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ നടന്ന് നമുക്ക് വിശക്കാൻ തുടങ്ങി. ഗ്ലാസ്ഗോ എത്തിയപ്പോഴത്തേക്കും ഫുഡ് വാങ്ങിത്തരാം എന്നുള്ള പേരിൽ ആ സിറ്റി മൊത്തം നടത്തിച്ചു. ഗ്ലാസ്ഗോ എന്ന് ആരെങ്കിലും ഈ വീഡിയോ കാണുകയാണെങ്കിൽ എന്നോട് ക്ഷമിക്കണം. പക്ഷേ ഫസ്റ്റ് ഇംപ്രഷൻ എനിക്ക് ഗ്ലാസ്ഗോ അങ്ങോട്ട് എത്ര ഇഷ്ടപ്പെട്ടില്ല. എനിക്ക് പേഴ്സണലി തോന്നിയത്, നിങ്ങൾക്ക് ഒരു എക്സ്ട്രാ ഡേ ഒന്നും ചെയ്യാനില്ല, എവിടെയും പോകാനില്ല എന്നുണ്ടെങ്കിൽ ഗ്ലാസ്ഗോ പോവുക. അല്ലെങ്കിൽ സ്കോട്ട്ലൻഡ് ഒരുപാട് ഭംഗിയുള്ള സ്ഥലങ്ങളുണ്ട് കാണാൻ. എല്ലാ സിറ്റിയിലെയും പോലെ ഇവിടെയും ഒരു ക്രിസ്മസ് മാർക്കറ്റ് ഉണ്ടായിരുന്നു. പക്ഷെ വളരെ ചെറിയൊരു ക്രിസ്മസ് മാർക്കറ്റ് ആയിരുന്നു. അപ്പോൾ ഞങ്ങൾ ജസ്റ്റ് കയറി ഇറങ്ങി. ഞാൻ വീഡിയോ ഒന്നും എടുത്തില്ല അതിൻ്റെ. ഈ പോകുന്നത് ഒരു അടിപൊളി എക്സ്പീരിയൻസിനാണ്. എത്യോപ്യൻ ഫുഡ് കഴിക്കാൻ. ആദ്യമായിട്ടാണ് എത്യോപ്യൻ ഫുഡ് കഴിക്കുന്നത്. എനിക്ക് കുറേയൊക്കെ നമ്മുടെ നാട്ടിലത്തെ ഭക്ഷണത്തിൻ്റെ ഒരു ചായ്വ് തോന്നി. നമ്മുടെ നാടൻ ഫുഡിൻ്റെ ഒരു ലോങ് ലോസ്റ്റ് ഫാമിലി പോലെ. സ്പൈസസിന് ഇച്ചിരി ഡിഫറൻസ് ഉണ്ട്, പക്ഷേ സംഭവങ്ങളൊക്കെ എന്നാൽ നമുക്ക് ഭയങ്കര ഫെമിലിയർ. എനിക്കിഷ്ടപ്പെട്ടു. ഒരു നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു.
അങ്ങനെ കുറച്ച് നേരം കൂടെ നമ്മൾ സിറ്റി സെൻ്ററൊക്കെ ഒന്ന് കറങ്ങി തിരിച്ച് റൂമിലേക്ക് പോവാണ്. അങ്ങനെ ലാസ്റ്റ് ഡേ ഓഫ് സ്കോട്ട്ലൻഡ് ട്രിപ്പ് വന്നിരിക്കുകയാണ്. UK-യിൽ വല്ലപ്പോഴും മാത്രം കാണുന്ന പ്രതിഭാസമായ സൂര്യൻ വന്നിട്ടുണ്ട് ഇന്ന് നമുക്ക് ഒരുപാട് പരിപാടികളൊന്നുമില്ല. നമ്മളൊരു പാർക്കിൽ പോകുന്നുണ്ട്, ഹൈലൻഡ് ഹൗസിനെ കാണാൻ, ഒരു ഹൈലൻഡ് ക്രൂസ്. എന്നിട്ട് നമ്മൾ നേരെ തിരിച്ച് ലിവർപൂളിലേക്ക് പോകും. ഇവിടെ നിന്ന് ഒരു 5-6 മണിക്കൂർ എടുക്കും ഇടയ്ക്ക് ഫുഡ് കഴിക്കാനൊക്കെ നിർത്തി കഴിയുമ്പോഴത്തേക്കും ലിവർപൂൾ എത്താനായിട്ട്. 24 ഡിസംബർ ആണിന്ന്, എന്ന് വെച്ചാൽ ക്രിസ്മസ് ഈവ്. അപ്പോൾ കടകളും എല്ലാ പരിപാടിയും നേരത്തെ ക്ലോസ് ചെയ്യും, ഉച്ചയോടെ എല്ലാം അടച്ചു പൂട്ടുകൂടെ. അപ്പോൾ അതിന് മുമ്പ് നമുക്ക് ലിവർപൂൾ എത്താം. നമ്മൾ പോകുന്ന പാർക്കിൻ്റെ പേര് പൊള്ളക് പാർക്ക് എന്നാണ്. നമ്മളവിടെ പോകുന്നതിൻ്റെ ഉദ്ദേശം ഹൈലൻഡ് കൗന്, ആ ക്യൂട്ടായിട്ടുള്ള ഹൈലൻഡ് കൗനെ കാണാൻ വേണ്ടിയിട്ടാണ്. ഈ പാർക്ക് ഭയങ്കര വലുതാണ്. നമ്മൾ ഓൾമോസ്റ്റ് ഒരു 1 hour നടന്നു. പക്ഷെ സൺലൈറ്റ് ഉണ്ടായിരുന്നുകൊണ്ട് ഭയങ്കര രസമായിരുന്നു. നമ്മൾ ചതിക്കപ്പെട്ടു ഗൈസ്. 1 മണിക്കൂർ നടത്തുന്നതിന് ശേഷം പശുവിനെ നമുക്ക് അടുത്ത് കാണാൻ പറ്റിയില്ല. അങ്ങ് ദൂരെ ഒരു സ്ഥലത്ത് കിടക്കുന്ന കണ്ടു. സൂം ചെയ്ത് വീഡിയോ എടുത്തിട്ട് തിരിച്ചു പോകും. നമുക്ക് വേഗം ലിവർപൂൾ എത്തേണ്ടതുകൊണ്ട് പിന്നെ ഒരുപാട് നേരം നമ്മൾ വെയിറ്റ് ചെയ്ത് നിന്നില്ല, തിരിച്ചു. അവിടെ നിന്ന് ഉച്ച കഴിയുമ്പോഴേക്കും സൺസെറ്റ് ആവുന്നതുകൊണ്ട് തിരിച്ചു വരുന്ന റൂട്ട് ഭയങ്കര ഭംഗിയായിരുന്നു. അപ്പോൾ അങ്ങനെ നമ്മുടെ ക്രിസ്മസ് സ്കോട്ട്ലൻഡ് ട്രിപ്പ് അവസാനിച്ചിരിക്കുകയാണ്. ഇതിന് മുന്നത്തെ വീഡിയോസ് കാണാത്തവർ കണ്ടോക്കണേ, ഞാനിവിടെ ലിങ്ക് ഇടാം. വീഡിയോസൊക്കെ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇത്രയും നേരം കണ്ടുകൊണ്ടിരുന്നവർക്ക് നന്ദി, നമസ്കാരം. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ.